Hi, my dear students. Very good morning. Yesterday, we have discussed about the theories of the origin of languages. We already discussed two theories. In this class, I am going to discuss about the third theory, that is Pooh theory, and the fourth one, the gestures theory. Okay, the Pooh theory and the gestures theory. What is Pooh theory? According to this theory, the origin of language is to be traced to the involuntary exclamation of pain, surprise, pleasure, and wonder. That means when we have the feeling of exclamation, we express some sounds. That is, the sounds like ha, who, etc. According to this theory, the origin of language is to be traced to the involuntary expression of pain, praise, pleasure, surprise, pain, സർപ്രൈസ് പ്ലഷർ വണ്ടർ. ഇങ്ങനെ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മൾ ഡെലിബറേറ്റ് അല്ലാണ്ട് അൺഡെലിബറേറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് പറഞ്ഞത്. മീൻസ് പറഞ്ഞത് അതൊക്കെയാണ് ഇൻവോളണ്ടറി എക്സ്പ്ലനേഷൻസ് ഓർ എക്സ്പ്രഷൻസ് ലൈക്ക് പെയിൻ, സർപ്രൈസ്, പ്ലഷർ, വണ്ടർ. ഓക്കെ, ദ അപ്ഹോൾഡേഴ്സ് ഓഫ് ദി തിയറി സേസ് ദാറ്റ് language is only refinement upon our emotional interjections like ha, ha, wow, etc. അപ്പോൾ എന്താണ് ഈ തിയറി വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് വെച്ചാൽ ലാംഗ്വേജ് നമ്മളെ ഇമോഷണൽ ഇൻ്റർജെക്ഷൻസിലേക്ക് ഹാ, ഹ, വൗ എന്നുള്ളതിനെയാണ് ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന ഇമോഷനെയാണ് ലാംഗ്വേജ്, അങ്ങനെയാണ് ലാംഗ്വേജ് ബിൽഡ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഒറിജിൻ ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. ദിസ് തിയറി ഡ്രൈവ് ഇറ്റ്സ് നെയിം ഫ്രം ദ എക്സ്പ്രഷൻസ് പൂ വിച്ച് ഓഫൺ യൂസ്ഡ് ആസ് ദ എക്സ്ക്ലമേഷൻ ഓഫ് കണ്ടംപ്റ്റ് ഓർ ഡിസ്ഗസ്റ്റ്. ഈ പൂ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ്പ്ലനേഷൻ ഓഫ് കണ്ടംപ്റ്റ് ഓർ ഡിസ്ഗസ്റ്റ്, നമുക്ക് വെറുപ്പ് അല്ലെങ്കിൽ പുച്ഛം എന്നുള്ള ഭാവങ്ങളാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് പറയുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷനിലൂടെയാണ് ലാംഗ്വേജ് ഒറിജിൻ ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ദ എക്സ്പ്രഷൻസ് ഹാസ് കം ടു അക്വയർ എ ഡെഫിനിറ്റ് മീനിങ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ എക്സ്പ്രഷൻസ് കൂടെ ഡെഫിനിറ്റ് മീനിങ്ങിലേക്ക് വരും. ദ വെർബ് ടു പൂ ഹാസ് ബിക്കം ആക്സെപ്റ്റഡ് ഇൻ ഓർഡിനറി യൂസേജ്. അങ്ങനെ പൂ എന്നുള്ള എന്താണ് ആ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഓർഡിനറി ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് ദ മീനിങ് ഓഫ് ബിലിറ്റിലിംഗ് സംബഡി ഓർ സംതിങ്. അതൊരാളെ പുച്ഛിക്കുക, അതാണ് ബിലിറ്റിലിംഗ് എന്ന് പറഞ്ഞാൽ. ബിലിറ്റിലിംഗ് സംബഡി ഓർ സംതിങ്. ദ സപ്പോർട്ടേഴ്സ് ഓഫ് ദിസ് തിയറി ബിലീവ്സ് ദാറ്റ് ഓൾ ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഇൻ ദിസ് വേ. എല്ലാ ലാംഗ്വേജും ഇങ്ങനെ എന്താ പറയുക, എക്സ്ക്ലമേഷൻ ഫീലിങ്ങിൽ നിന്ന് വന്നതാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം. അതാണ് പൂ എന്നുള്ള പേര് ഇതിന് വന്നത് കേട്ടോ. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ഈസ് ടു ട്രേസ് ദ ഇൻവോളണ്ടറി എക്സ്പ്ലനേഷൻ ഓഫ് പെയിൻ, സർപ്രൈസ്, പ്ലഷർ, വണ്ടർ. ഇതിലൂടെയാണ് ഒറിജിൻ ചെയ്തത്. Upholders of this theory says the language only a refinement upon our emotional interjections like her, ha, wow, etc. പിന്നെ ഈ ഒരു പൂ എന്നുള്ള വേർഡ് യൂസ്ഡ് ആസ് എൻ എക്സ്പ്ലനേഷൻ ഓഫ് കണ്ടംപ്റ്റ് ആൻഡ് ഡിസ്ഗസ്റ്റ്. പുച്ഛത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കാണുന്നത്. ദ എക്സ്പ്രഷൻസ് ഹാസ് കം ടു അക്വയർ എ ഡെഫിനിറ്റ് മീനിങ് in the ordinary use of language. The verb to poo has become accepted as an ordinary usage. It is used with the meaning of belittling somebody or something. നമ്മൾ എന്തിനെങ്കിലും കുറച്ച് കാണുക, അതിനെയാണ് ബിലിറ്റിലിംഗ് എന്ന് പറയാം. The supporters of this theory believe that all language originated in this way. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്നൊക്കെ പറയില്ല, ആ എക്സ്ക്ലമേഷനിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മളെ സഡൻ ഫീലിങ്സ്, അങ്ങനെ പറയും. നമുക്ക് സഡൻ ഫീലിങ്സ്, ആങ്കർ, പ്ലഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സഡൻ ഫീലിങ്സിലൂടെ വരുമ്പം അത് ഒരു യൂസേജ് ആയിട്ട് വന്നിട്ട് ലാംഗ്വേജ്, അങ്ങനെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ലാംഗ്വേജ് ഒറിജിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലാംഗ്വേജിന് ഒരു എന്താ പറയുക, ഒരു എൻഹാൻസ്മെൻ്റ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ദ പൂ തിയറി കേട്ടോ. നെക്സ്റ്റ്, ജെസ്റ്റേഴ്സ് തിയറി. ഇത് നിങ്ങൾക്കറിയാം. ജെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സയൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ബോഡി എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ജെസ്റ്റേഴ്സ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ദിസ് തിയറി ഹാസ് ബീൻ അഡ്വാൻസ്ഡ് ബൈ വിൽഹെം വണ്ട് ആൻഡ് സർ റിച്ചാർഡ് പേഷ്. ഓക്കെ, ഈ രണ്ടാൾക്കാരുടെ പേരൊന്ന് ഓർത്ത് വെക്കണേ. The proponent of this theory believe that every human gestures is followed by movement of tongue, the lips and the jaw. അല്ലേ, നമ്മളെ നാവ്, ചുണ്ടുകൾ അല്ലെങ്കിൽ നമ്മൾ താടിയലിൻ്റെ ഒക്കെ മൂവ്മെൻറ്റിലൂടെയാണ് എന്താ പറയുക ഓരോ ജസ്റ്റേഴ്സും വരുന്നത് അല്ലേ, ത്രൂ അവർ ഹ്യൂമൻ
organs. According to Wundt, most primitive means of communication among human beings was means of gestures made with the hand. നമ്മൾ കൈകൊണ്ടുള്ള ആക്ഷനിലൂടെ അല്ലെങ്കിൽ നമ്മളെ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. മോസ്റ്റ് ഓഫ് പ്രിമിറ്റീവ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ among human beings was by means of gestures made with ഹാൻഡ്. കൈകൊണ്ട് കാണിക്കുന്ന ജസ്റ്റേഴ്സിലൂടെയാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടന്നത്. നമ്മൾ ഒരുപാട് അത് ശരിയാണ്, പക്ഷെ നമ്മൾ എന്താ ഫേസ് കൊണ്ടും കാണിക്കും അല്ലേ. ദ സൈൻ ലാംഗ്വേജ് ഈസ് സ്റ്റിൽ എംപ്ലോയിഡ് ബൈ ഹാസ് വെൻ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡെഫ് പേഴ്സൺ. ഡെഫ് പേഴ്സണോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ ബോഡി സൈൻ ലാംഗ്വേജിലൂടെയാണ്. അല്ലെങ്കിലോ പിന്നെ വേറെ വിത്ത് എ പേഴ്സൺ ഹൂസ് ലാംഗ്വേജ് ഈസ് നോട്ട് നോൺ ടു അസ് അല്ലേ. നമുക്ക് അറിയാത്തൊരു ഭാഷ സംസാരിക്കുന്ന ആളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ജസ്റ്റേഴ്സാണ്. അതൊന്നും സംശയങ്ങളില്ലാത്ത കാര്യങ്ങളാണ്. We beckon with the hand when we want him or her to come to us അല്ലേ. നമ്മളടുത്തേക്ക് ഒരാൾ വരണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ എടുക്കും, അപ്പോൾ അവർ വരും. ദേ കമ്മ്യൂണിക്കേറ്റ് വെരി ആപ്റ്റ്ലി. പിന്നെയോ സിമിലർലി വി നോട്ട് ദ ഹെഡ് ഇൻ അഗ്രിമെൻറ്റ്. നോട്ട് ദ ഹെഡ് തല കുലുക്കും നമ്മൾ അഗ്രിമെൻറ്റിനാണ്. ഷേക്ക് ഇറ്റ് ഫ്രം സൈഡ് ടു സൈഡ് വെൻ വി വാണ്ട് ടു എക്സ്പ്രസ് ഡിസഗ്രിമെൻറ്റ് അല്ലേ. തല രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ ഇതാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഡിസഗ്രിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡെഫായിട്ടുള്ള പേഴ്സണോട് അല്ലെങ്കിൽ ലാംഗ്വേജ് അറിയാത്ത ആൾക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ജസ്റ്റേഴ്സിലൂടെയാണ്. പിന്നെ നമ്മൾ നോഡിങ് ഓഫ് ഹെഡ് പറഞ്ഞു, അതുപോലെ നോഡിങ് ഓഫ് ഹെഡ് അഗ്രിമെൻറ്റിനുണ്ട്. രണ്ട് സൈഡിലേക്കും നോഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസഗ്രിമെൻ്റ് ആണ്. ദ അപ്ഹോൾഡേഴ്സ് ഓഫ് ദിസ് തിയറി ആർഗ്യൂ ദാറ്റ് എ ജസ്റ്റേഴ്സ് ബൈ ഹാൻഡ് ഈസ് യൂഷ്വലി അക്കമ്പനീഡ് ബൈ കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ് ഓഫ് ദ വോക്കൽ ഓർഗൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ എന്താ എഴുതണേ. ദ അപ്ഹോൾഡേഴ്സ് ഓഫ് ദിസ് തിയറി ആർഗ്യൂസ് ദാറ്റ് എ ജസ്റ്റേഴ്സ് ബൈ ഹാൻഡ് ഈസ് യൂഷ്വലി അക്കമ്പനീഡ് ബൈ എ കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ് ഓഫ് ദ വോക്കൽ ഓർഗൻ. നമ്മളെ സംസാരം അല്ല വോക്കൽ ഓർഗൻ നിങ്ങൾക്കറിയാം, വോക്കൽ കോഴ്സ് എന്നൊക്കെ കേട്ടില്ലേ, വോക്കൽ കോഡൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ വോക്കൽ ഓർഗൻ നമ്മൾ സംസാരിക്കുന്ന ഓർഗൻസ് നമ്മളെ എന്താ പറയുക ജസ്റ്റേഴ്സിനനുസരിച്ച് പ്രവർത്തിക്കും, അല്ലെങ്കിൽ അത് ഇങ്ങനെ എന്താണ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റേഴ്സ് ബൈ ഹാൻഡ് ഈസ് യൂഷ്വലി അക്കമ്പനീഡ് ബൈ എ കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ് ഓഫ് ദ വോക്കൽ ഓർഗൻസ്. അതിന് നമ്മളിപ്പം എന്താണ് അങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. Okay. Thus, in course of time, man is supposed to have passed from sign language to spoken language. അങ്ങനെ ക്രമേണ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ഫ്രം എന്തെന്ന് യൂഷ്വലി അക്കമ്പനീഡ് ബൈ കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ് ഓഫ് ദ വോക്കൽ ഓർഗൻ. ദസ് ദ കോഴ്സ് ഓഫ് ടൈം മാൻ ഈസ് സപ്പോസ് ടു ഹാവ് പാസ്ഡ് ഫ്രം സൈൻ ലാംഗ്വേജ് ടു സ്പോക്കൺ ലാംഗ്വേജിലേക്ക് നമ്മൾ വരും. സർ പേഴ്സി മുൻ ഇൻ ഹിസ് ബുക്ക് എഡ്യൂക്കേഷൻ ഇറ്റ്സ് ഡാറ്റ ആൻഡ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ബുക്കിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ its data and first principle, point out how in uttering the word I and me the lips are drawn towards the speaker in the same way as it would point out himself. അപ്പം ഇപ്പം I and me എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റേഴ്സ് നമ്മളിലേക്ക് തന്നെ വരിക. The lips are drawn towards the speaker in the same way as he would point out himself. അങ്ങനെ at the same time in saying you or though അല്ലെങ്കിൽ ദേ, യു ഓർ ദേ, ദ മൂവ്മെൻറ്റ് ഓഫ് ദ ടങ് ഈസ് ടുവാർഡ്സ് ദ പേഴ്സൺ അഡ്രസ്ഡ് അല്ലേ. ദ സെയിം ഡിറക്ഷണൽ ഡിഫറൻസസ് ക്യാൻ ബി നോട്ടീസ് ഇൻ ദി അട്രൻസ് ഓഫ് ഹിയർ ആൻഡ് ദർ അല്ലേ. ഹിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് ഒരു സംസാരിക്കുന്ന പോലെ ഇങ്ങോട്ട് ഉള്ളൊരിതും, ദാറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ കൈ അറിയാണ്ട് അങ്ങോട്ട് പോകും. ഹിയർ പറയുമ്പോൾ ഇങ്ങനെ വരും അല്ലേ. മീ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്തേക്ക് എൻ്റെ കൈ വരും, യു എന്ന് പറയുമ്പോൾ വേറെ ആളുടെ അടുത്തേക്ക് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ എന്താണ്, ജസ്റ്റേഴ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ല വിത്തൗട്ട് ലാംഗ്വേജ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എ ലോട്ട്. ഒരുപാട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളില്ലയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളൊക്കെ ഒരുപാട് സമയത്ത് എന്താണ് കുറേ കാര്യങ്ങൾ ജസ്റ്റേഴ്സിലൂടെ ഇത് ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ തിയറി അറിയാം. അത് വളരെ കുറച്ചും കൂടെയൊക്കെ ശരിയാണ്. ഇപ്പം 4 തിയറീസ് നമ്മൾ പഠിച്ചു. അതിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് തിയറീസിൻ്റെ പേര് മാറ്റിയതുകൊണ്ട് അതൊക്കെ പഠിക്കേണ്ടതുണ്ട്. പൂപ്പു തിയറിയിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ എക്സ്ക്ലമേഷൻസ് ആണ്. അങ്ങനെ നമ്മൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ജസ്റ്റേഴ്സിലൂടെ, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ നോഡിങ് ഓഫ് ദ ഹെഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ലാംഗ്വേജ് പഠിക്കുന്നതിനെയാണ് ജസ്റ്റേഴ്സ് തിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.